ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു, അതേ രീതിയിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ ആയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ പറഞ്ഞു തരാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Today we are going to learn used to. Used to expresses something that was done in the past and is not usually done now. Used to നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പതിവായി ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യാറില്ല. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. അതിന്റെ മീനിങ് എന്താണ്? ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കളിക്കാറില്ല. അപ്പൊ എങ്ങനെയാണ്? ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എവറി ഡേ. അതായത് പാസ്റ്റിൽ നമ്മൾ ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല. പാസ്റ്റിൽ നമ്മൾ പതിവായി ചെയ്തിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഡ് ടു ചേർത്ത് പറയാവുന്നതാണ്. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ ദിവസവും ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഐ യൂസ്ഡ് ടു ജോഗ് എവറി ഡേ. ഐ യൂസ്ഡ് ടു ജോഗ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ജോഗിങ് ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ലൈ. ഐ യൂസ്ഡ് ടു ലൈ. ഞാൻ കള്ളം പറയാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സ്മോക്ക്. ഐ യൂസ്ഡ് ടു സ്മോക്ക്. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു വർക്ക് ഫ്രം ഹോം. ഐ യൂസ്ഡ് ടു വർക്ക് ഫ്രം ഹോം. ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ലിവ് ഇൻ മുംബൈ. ഐ യൂസ്ഡ് ടു ലിവ് ഇൻ മുംബൈ. ഞാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഐ യൂസ്ഡ് ടു ഗോ ടു ദ ബീച്ച് എവറി ഡേ. ഐ യൂസ്ഡ് ടു ഗോ ടു ദ ബീച്ച് എവറി ഡേ. ഞാൻ ദിവസവും ബീച്ചിൽ പോകാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സിംഗ് വിത്ത് ഫ്രണ്ട്സ്. ഐ യൂസ്ഡ് ടു സിംഗ് വിത്ത് ഫ്രണ്ട്സ്. ഞാൻ സുഹൃത്തുക്കളോടൊപ്പം പാടുമായിരുന്നു. ഐ യൂസ്ഡ് ടു ഹാവ് വെജിറ്റബിൾസ്. ഐ യൂസ്ഡ് ടു ഹാവ് വെജിറ്റബിൾ. എനിക്ക് പച്ചക്കറികൾ ഉണ്ടായിരുന്നു. I used to have a lot of free time. I used to have a lot of free time. പണ്ട് എനിക്ക് ധാരാളം ഒഴിവു സമയം ഉണ്ടായിരുന്നു. I used to take alcohol. I used to take alcohol. ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ്ഡ് ടു പഠിച്ചു അല്ലേ? യൂസ്ഡ് ടു വെച്ച് ഒരുപാട് സെന്റൻസുകളും പഠിച്ചു. യൂസ്ഡ് ടു നമ്മൾ എവിടെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് പതിവായി ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആം നോട്ട് യൂസ്ഡ് ടു. അതായത് മുമ്പ് ചെയ്ത് ശീലമില്ല, അല്ലെങ്കിൽ പരിചയമില്ല, ചെയ്യൽ പതിവില്ല എന്നീ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ആം നോട്ട് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഐ ആം യൂസ്ഡ് ടുവിന് ശേഷം ഏത് വേർബാണോ ആ ഒരു കോണ്ടസ്റ്റിന് ചേരുന്നത് അത് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പതിവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സെന്റൻസ് മേക്ക് ചെയ്തത്? ഐ ആം നോട്ട് യൂസ്ഡ് ടു. അതിനുശേഷം എന്ത് ചെയ്തു? വേർബ് ചേർത്തു. വെർബിന്റെ കൂടെ എന്ത് ചെയ്തു? ഒരു ING കൂടി ചേർത്തു അല്ലേ? അപ്പൊ നമുക്ക് ആ സെന്റൻസ് നോക്കാം. ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. നമ്മൾ പറഞ്ഞു ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു സ്റ്റഡിയിങ് സോ മച്ച്. ഐ ആം നോട്ട് യൂസ്ഡ് ടു സ്റ്റഡിയിങ് സോ മച്ച്. ഞാൻ വളരെയധികം പഠിക്കുന്നത് പതിവില്ല. I am not used to looking at girls. I am not used to looking at girls.
ഞാൻ പെൺകുട്ടികളെ നോക്കുന്നത് പതിവല്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഡ്രിങ്കിങ് സോ മച്ച്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഡ്രിങ്കിങ് സോ മച്ച്. ഇത്രയും കുടിച്ച് എനിക്ക് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഈറ്റിംഗ് സോ മച്ച്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഈറ്റിംഗ് സോ മച്ച്. ഇത്രയും ഭക്ഷണം കഴിച്ച് എനിക്ക് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു എക്സസൈസിങ് എ ലോട്ട്. ഐ ആം നോട്ട് യൂസ്ഡ് ടു എക്സസൈസിങ് എ ലോട്ട്. എനിക്ക് ഒരുപാട് എക്സസൈസ് ചെയ്തു ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു കുക്കിംഗ് ഫുഡ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു കുക്കിംഗ് ഫുഡ്. എനിക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു വർക്കിംഗ് ഹാർഡ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു വർക്കിംഗ് ഹാർഡ്. എനിക്ക് കഠിനാധ്വാനം ചെയ്തു ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഹെൽപ്പിംഗ് അതേഴ്സ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഹെൽപ്പിംഗ് അതേഴ്സ്. എനിക്ക് മറ്റുള്ളവരെ സഹായിച്ചു ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു സിംഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു സിംഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ പാട്ടുപാടി എനിക്ക് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഡ്രൈവിംഗ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഡ്രൈവിംഗ്. എനിക്ക് കാർ ഓടിച്ച് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു റൈറ്റിംഗ് എക്സാം. ഐ ആം നോട്ട് യൂസ്ഡ് ടു റൈറ്റിംഗ് എക്സാംസ്. എനിക്ക് എക്സാമുകൾ എഴുതി ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ബൈയിങ് എ ലോട്ട് ഓഫ് ഡ്രസ്സസ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ബൈയിങ് എ ലോട്ട് ഓഫ് ഡ്രസ്സസ്. എനിക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങി ശീലമില്ല. ഏതൊരു ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഉറപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.